അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തെക്കുറിച്ചിട്ടാണ്. റമലാൻ മാസത്തിലെ ഒന്നാം നോമ്പിൻ്റെ അത്താഴത്തെക്കുറിച്ച്. ഈ മാസം നമ്മൾ കാത്തിരുന്ന മാസമാണ് അല്ലേ? ദുആകളുടെ മാസം, ഖുർആൻ ഇറങ്ങിയ മാസം, കരുണയും മാപ്പും നിറഞ്ഞ മാസം. ആ റമലാൻ്റെ ആദ്യ പ്രഭാതം, ആദ്യ നോമ്പ്, ആദ്യ അത്താഴം. നമുക്കറിയാം റമലാനിലെ ഓരോ നന്മക്കും പല മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നുവെന്ന്. ആര് വിശ്വാസത്തോടും പ്രതിഫലം പ്രതീക്ഷിച്ചും റമലാനിൽ നോൽമ്പ് നോറ്റോ അവൻ്റെ മുൻപത്തെ പാപങ്ങൾ മാപ്പാക്കും. ആദ്യ ദിവസം സന്ധ്യയിൽ ചന്ദ്രനെ കണ്ട സന്തോഷം, നാളെ റമലാൻ എന്ന വാർത്ത കേൾക്കുന്ന നിമിഷം വീട്ടിൽ ഒരുപാട് ഒരുക്കങ്ങൾ, മനസ്സിലൊരു തീരുമാനമുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിലെ മികച്ച റമലാനാകട്ടെ. ആദ്യ അത്താഴം പുലർച്ചെ എഴുന്നേൽക്കുന്നത് പോലും ഒരു സുന്നത്താണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് പോലും അള്ളാഹുവിൻ്റെ വിളി പോലെ തോന്നാം. അത്താഴം അഥവാ സുഹൂർ വെറും ഭക്ഷണമല്ല, അതൊരു സുന്നത്താണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുഹൂർ കഴിക്കൂ, കാരണം സുഹൂറിൽ ബർക്കത്തുണ്ട്. അത്താഴം നമ്മെ ശക്തിപ്പെടുത്തുന്നു അല്ലെ, ശരീരത്തിന് ഊർജം നൽകുന്നു, അതിലും പ്രധാനമായി നമ്മുടെ ആത്മാവിനെ സജ്ജമാക്കുന്നു. അത്താഴ സമയത്ത് ചെയ്യുന്ന ദുആകൾ ഏറെ സ്വീകരിക്കപ്പെടും. ആ സമയം തഹജ്ജുദ് നിസ്കാരം ചെയ്യാം. സമയത്ത് കഴിഞ്ഞ റമളാനിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർക്കാം, ഈ വർഷം മാറ്റം വരുത്താൻ നിശ്ചയിക്കാം. ആദ്യ ദിവസം തന്നെ നമുക്ക് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാം. ദിവസവും ഖുർആൻ വായിക്കുക, 5 നേരം നിസ്കാരം സമയത്ത് നിർവഹിക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക, ദാനം ചെയ്യുക, മോശം ശീലങ്ങൾ വിട്ടേക്കുക. ആദ്യ ദിവസം ശക്തമായാൽ മുഴുവൻ മാസവും ശക്തമാകും. നമ്മുടെ നിയ്യത്തിനെ നമുക്ക് ഉറപ്പിക്കാം, അള്ളാഹുവിന് വേണ്ടി മാത്രം. ആദ്യ അത്താഴം കഴിക്കുമ്പോൾ തന്നെ മനസ്സിൽ പറയാം, ഈ മാസം ഞാൻ മാറും. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അത്താഴത്തിൽ അമിതമായി ഭക്ഷണം കഴിക്കരുത്. വെള്ളം മിതമായി കുടിക്കുക, ദുആ ചെയ്യുക. ദിവസം മുഴുവൻ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. പ്രിയ സഹോദരങ്ങളെ, റമലാൻ ഒരു നല്ല അവസരമാണ്. ഒന്നാം അത്താഴം അതൊരു സന്ദേശമാണ്. നിനക്ക് വീണ്ടും അവസരം നൽകിയിരിക്കുന്നു. ജീവിതം എത്ര പിഴവുകൾ നിറഞ്ഞതായാലും റമലാൻ നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ആദ്യ നോമ്പ് നമ്മെ മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നയിക്കട്ടെ. ഈ മാസം നമ്മുടെ ജീവിതത്തിലെ മികച്ച മാസമാകട്ടെ. നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കട്ടെ. അള്ളാഹു നമ്മെ മുഴുവൻ റമലാൻ നോമ്പ് നന്നായി പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.